വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കന്യാകുമാരിയിലെത്തും. തിരുവനന്തപുരത്താണ് അദ്ദേഹം വിമാനമിറങ്ങുക. തുടർന്ന് കന്യാകുമാരിയിലേക്ക് പോകും. നാളെ മുഴുവൻ അദ്ദേഹം അവിടെ ധ്യാനമിരിക്കും. പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് കന്യാകുമാരി ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനായി എത്തുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞല്ലോ. അതിൻ്റെ മറുവശമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു സന്ദർശനത്തെ, ഈ ഒരു ധ്യാനമിരിക്കാനുള്ള തീരുമാനത്തെ നമ്മൾ ഏത് രീതിയിൽ കാണണം, മനസ്സിലാക്കണം? സ്വപ്ന, വൈകിട്ടോടുകൂടി തന്നെ പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തും. 3:30-ക്കാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിൽ എത്തുമെന്നുള്ള രീതിയിലാണ് യാത്രകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും വളരെ ശക്തമാണ്. നേരത്തെ തന്നെ ഹെലികോപ്റ്റർ അടക്കം ട്രയൽ റൺ നടത്തിയിരുന്നു. ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കന്യാകുമാരിയും പരിസര പ്രദേശങ്ങളിലും പ്രത്യേക സുരക്ഷാ വിഭാഗത്തിൻ്റെ എല്ലാം തന്നെ നിയന്ത്രണത്തിലാണ്. ഹോട്ടലുകളിലടക്കം വലിയ രീതിയിലുള്ള സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവേകാനന്ദ പാറയിലേക്ക് നിലവിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യം പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അതിനുശേഷമാണ് വിവേകാനന്ദ പാറയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. സുരക്ഷ വലിയ രീതിയിൽ ശക്തമാണ്. എല്ലാ മേഖലയിലും ശക്തമായ രീതിയിൽ പരിശോധന നടക്കുകയാണ്. എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് മാത്രമാണ് ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നത്. നേരത്തെ നമ്മൾ സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ രാഷ്ട്രീയമായ വലിയ മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി കേദാർനാഥിൽ ഗുഹയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിലവിൽ ഏറ്റവും പ്രധാനമായി അത് വലിയ രീതിയിൽ ചർച്ചയാകുകയൊക്കെ ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ചർച്ചയാക്കുന്നത്. പ്രതിപക്ഷം ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രധാനമന്ത്രി രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ള പ്രതിപക്ഷം ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപക്ഷം സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും CPM അടക്കം ആവശ്യമായി ഉന്നയിച്ചിരുന്നത് പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിടരുത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം സുരക്ഷ ശക്തമാണെന്ന്. 2000-ഓളം സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഈ കന്യാകുമാരി ഈ കടൽ തീരത്തേക്കും ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് ആകെ തന്നെ എത്തിച്ചിട്ടുള്ളത്. അത്രയധികം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥർ ഓരോ സമയത്തും എത്തി സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സന്ദർശകർക്ക് നിലവിൽ ഈ പ്രദേശങ്ങളിൽ വിലക്കില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും അതിന് മാറ്റമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയമായ ചർച്ചകൾ, അത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകും. പക്ഷേ ഒരു വിഷയവും കിട്ടാത്ത കൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. മറ്റെല്ലാ വിഷയങ്ങളും, അതായത് ഇതിനു മുൻപ് പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ കൊണ്ടുവന്ന ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് BJP പരിഹാസമായി പറയുന്നത്. പക്ഷേ മറുവശത്ത് കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിശബ്ദ പ്രചരണമാണ്. ആ ഒരു പ്രധാനമന്ത്രിയുടെ മണ്ഡലമടക്കം തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. ആ ഒരു സമയത്ത് എന്തിനാണ് പ്രധാനമന്ത്രി ആ സ്ഥലങ്ങളിൽ പോകാതെ, അല്ലെങ്കിൽ ഡൽഹിയിൽ കേന്ദ്രീകരിക്കാതെ ഇത്തരം ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അത് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന് ആശങ്കയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സമാനമായ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് പക്ഷേ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമന്ത്രി കേദാർനാഥ് രുദ്രാഗുഹയിലിരിക്കുന്നു. പക്ഷേ ആ ചിത്രങ്ങൾ പുറത്തു വന്ന ശേഷം മാത്രം വാർത്ത പുറം ലോകം അറിഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായിരുന്നു. അത് പക്ഷേ പ്രതിപക്ഷം ആയുധമാക്കിയെങ്കിലും അതെല്ലാം തിരിച്ചടിയാകേണ്ടത്. അത്തരമൊരു ആശങ്കയുള്ളത് തന്നെ പ്രതിപക്ഷം വളരെ കരുതലോടുകൂടി തന്നെയാണ് വിഷയത്തെ കൈകാര്യം ചെയ്തത്. കാരണം പ്രതിപക്ഷം പറയുന്നത് പ്രധാനമന്ത്രി ധ്യാനം ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആഗ്രഹവും തീരുമാനവും ഒക്കെയാണ്. പക്ഷേ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയില്ല. ഇത് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരില്ല എന്നുള്ളതാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തിരിക്കുന്നത്. ഏതായാലും ശക്തമായ രാഷ്ട്രീയ വിഷയമായി പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കന്യാകുമാരി സന്ദർശനം മാറിയിട്ടുണ്ട് സ്വപ്ന.